പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പരസ്പരം ചവട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി, ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറിയിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്നും പ്രഘോഷിക്കപ്പെടും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരം കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവിളേക്കാൾ വിലയുള്ളവരാണ്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ എത്രയോ വിലപ്പെട്ടവരാണ്. ദൈവം നമ്മളെ, മനുഷ്യരായി നമ്മളെ എത്രമാത്രം നമ്മൾക്ക് വില തന്നുകൊണ്ട്, മാനിച്ചുകൊണ്ട്, നമ്മളെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വില ഉള്ളവരാണ്. നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിന് അറിയാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അവിടുന്ന് അറിയുന്നു. അപ്പോൾ തന്നെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നും ഒളിച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും അറിയുന്ന ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാം, ദൈവഭയത്തിൽ ജീവിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണോ അതോ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണോ എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.